നമ്മൾ ഇന്ന് വന്നിട്ടില്ല നമ്മുടെ പപ്പയുടെ ബർത്ത്ഡേ ആണ്. സർപ്രൈസ് കൊടുക്കുകയാണ്. അത് ബീച്ചിൽ പോയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എൻ്റെ ഒരു ചെയ്യാം കേക്കൊക്കെ നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ മെല്ലെ വെച്ചാൽ സഫേനായിട്ട് ഇരുത്തിനെ കാണിച്ചു തരാം. കുറേ പണി ഉണ്ടിട്ട് ഭയങ്കര ടെൻഷനാണ്. പപ്പ അകത്താട്ടോ, വീടിൻ്റെ അകത്തുണ്ട്. സഫ നമ്മുടെ ഇവിടെ ഉണ്ട്. കവറിലൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ യോ അല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ ബലൂണൊക്കെ മേലെയാണ് ഇരിക്കണം. ഇതായിട്ട് നമുക്ക് ഇനി അടിക്ക് പോയിട്ട് വണ്ടിയിൽ വെക്കണം. ഗൈസ് അല്ലേ നമ്മൾ ഡോറൊക്കെ തുറന്നിട്ട് ബലൂണ് ഇതിനുള്ളിൽ സെറ്റാക്കിയിട്ട് ക്യാൻഡിലൊക്കെ എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ റെഡി അല്ലേ? റെഡി. ഓക്കെ ഓക്കെ ബൈ. അപ്പോൾ നമുക്ക് ഇതിൽ അവിടെ എത്തിയിട്ട് ഗൈസ് ഗിഫ്റ്റ് എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഞങ്ങൾ പ്ലാൻ ചെയ്യണം എന്താവും റിയാക്ഷൻ, എങ്ങനെ ഇരിക്കും. ഭയങ്കര ചർച്ചിലായിരുന്നു ഞാൻ സഫേ ആൻഡ് നമ്മൾ അവിടെ ഒരു കടയിലെത്തി കൊള്ളി വാങ്ങാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കൊള്ളി വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതാ നേരെ അവിടെ നിന്ന് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വിശന്നത് കൊണ്ട് ആ കൊള്ളിന്ന് ഞങ്ങൾ ഒന്നിച്ചെടുത്ത് ഇത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു കറമുറുവിൻ്റെ ശബ്ദങ്ങളായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ കൊള്ളി കഴിച്ചിട്ട് ഇതാ നേരെ വിട്ടത്. ഞങ്ങൾ കട്ട്ലേറ്റ് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കടപ്പുറത്ത് നേരെ പോയല്ലേ. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടുള്ള സ്ഥലത്തൊക്കെ പോകണേ. അതാകുമ്പോൾ തിരക്കൊക്കെ കുറവാകുമല്ലോ. അങ്ങനെ ഇതാ ഞാനും സഫയും കേക്ക് പിടിച്ചിട്ട് സഫയായിട്ടോ കേക്ക് പിടിക്കണം, സഫയ്ക്ക് കേക്ക് പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഞങ്ങൾ കേക്കായിട്ടൊക്കെ പോയി. ഇതാ നമ്മൾ മെഴുകുതിരി ഞാൻ പൊട്ടത്തരം ചെയ്ത് ഞാൻ മെഴുകുതിരി ഇത്രയും വലിയ കാര്യം ഞാൻ മെഴുകുതിരി കത്തിക്കാൻ നോക്കി, കത്തിയില്ല. അങ്ങനെ അത് നല്ല കേക്കായിരുന്നു കേട്ടോ. ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കേക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ച് പാൽച്ചായ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ തിളച്ച ചായ ഞാൻ എൻ്റെ വായിലാണ്ട് ഒഴിച്ച് എന്താ നാവൊക്കെ പൊള്ളി. അതിന് ശേഷം എന്താ നമ്മളിവിടെ കൊള്ളി കൊടുക്കുന്നുണ്ട്, ചട്ടിപ്പത്തിരി കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കട്ട്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നെണ്ണേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ചായ മാത്രം ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. കട്ട്ലേറ്റ് സത്യം പറയാലോ നമ്മൾ വാങ്ങിച്ചത് വെജായിപ്പോയി, നോൺ വെജ് എന്ന് വിചാരിച്ചിട്ട് അത്ര ടേസ്റ്റിയില്ലാട്ടോ. കൊട്ടി ഇഷ്ടമായില്ല. കാരണം വെജ് ആയതുകൊണ്ട്. നോൺ വെജാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ആ ചട്ടിപ്പത്തിരി ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട്. സഫയ്ക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഗൈസ് കേക്ക് കട്ടിംഗ് ഒക്കെ നല്ല തകൃതിയായി നടന്നു. സോ നൗ എന്താ ചെയ്യുക? സോ ഗൈസ് നമ്മൾ ബാക്കിലോട്ട് ഗൈസ് നമ്മുടെ കേക്കൊക്കെ പൊട്ടിച്ച് കേക്ക് കട്ട് ചെയ്ത് ബാക്കി നമ്മൾ വീട്ടിൽ കൊണ്ടുപോവുകയാണ്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ക്യാൻഡിൽ വർക്കാവുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ കാറ്റ് കാരണം അത് കത്തുന്നില്ല. നമ്മളത് ഫ്ലോപ്പായി. അപ്പം നമ്മൾ സംഭവം ചെയ്യാൻ പോകണം. ഞാൻ കാണിച്ചു തരാം. അത് ചിലപ്പോൾ നമ്മൾ പറ്റിച്ചതാണെങ്കിലോ അറിയില്ല. എന്തായാലും ഞങ്ങളിപ്പോൾ വണ്ടി കയറി. ഇവിടെ മൊത്തം കുറച്ച് ചെടികളുണ്ട്. എനിക്കൊരു പണി വിട്ട് കാരണം ഹീൽസ് ഇട്ടിട്ട് വന്നത് കൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്നില്ല. അതായത് ഓക്കെ. സോ നമ്മുടെ ക്യാൻഡിലൊക്കെ ആയിട്ടാണ് പോകണേ. എന്തായാലും പോവാം. ഇതാ സഫ സൂക്ഷിച്ച് കേക്കൊക്കെ പിടിച്ച് സൂക്ഷിച്ച് കയറുക. അവൾ ബലൂണൊക്കെ കൊടുത്ത കേക്കട ബലൂൺ ഞങ്ങൾ നൈറ്റ് എടുക്കാൻ ചെറിയൊരു പ്ലാൻ ഉണ്ട്. ലിറ്റർ ഉണ്ട്. കേക്ക് എവിടെയെങ്കിലും അവിടെ എവിടെയെങ്കിലും വെക്കുക. ട്രൈ ചെയ്യാൻ ട്രൈയിങ് ടേൺ ആണ്. വണ്ടിയുടെ ഉള്ളിൽ ചെയ്ത് ഞാൻ എന്തെങ്കിലും ഉണ്ടാവോ അറിയില്ല. അതുകൊണ്ട് പറയാം. പുറത്തുനിന്ന് ചെയ്യാം. ഫോണ് വീട് കൊണ്ട് പഠിച്ചോനെ. സഫയെ ഞാനും സഫയ്ക്ക് എനിക്ക് പിങ്ക് ഭയങ്കര ക്യൂട്ടാണ്. വീട്ടിൽ എനിക്കും കൂടി എടുക്കട്ടെ. ക്യൂട്ടാണ്. പല കളർ പേർപ്പിളാണ് എടുക്കുന്നത്. പേർപ്പിളില്ലേ? ഇല്ല ഗൈസ് ബ്ലൂ എടുക്കാം. കുഴപ്പമില്ല. കൈ പോയി കാറ്റുണ്ട് കേട്ടോ. എനിക്കറിയില്ല വെക്കാന്നറിയില്ല. ഇങ്ങനെ ആക്കി പിടിക്കാൻ ചെയ്ത് കാണിച്ചിട്ടാ. ചിലപ്പോൾ ഹോൾഡ് ചെയ്യും. കൈ ഒളിഞ്ഞു പോകണ്ട് കൈ രണ്ടുപേർക്കും കൂടി എത്തിക്കാം. സോറി ഗൈസ്, ഞങ്ങൾക്ക് ഒരു 1 മില്യൺ തരണമെങ്കിൽ പ്ലീസ് ഞങ്ങൾക്കൊരു 1 മില്യൺ തരണേ. പ്ലീസ് അവർ ഡ്രീം ഇതിൽ കാണുന്നുണ്ടോ അറിയില്ല. സോ 1 2 3 യെസ്. അയ്യോ അലിഞ്ഞോന്ന് കൈസ്. ഓക്കെ റെഡി. വർക്കൗട്ട് ആയിട്ടോ. പ്രശ്നമില്ലല്ലോ. അറിയില്ല എടുക്കാല്ലേ. ലൈറ്റർ വെക്കണ ലൈറ്റർ വെച്ചാൽ പ്രശ്നം ഉണ്ടാവോ? ചില പ്രശ്നം വെക്കണ്ട. ഞങ്ങൾക്കൊന്നും അറിയില്ല. അയ്യോ ലോകടാണ് പോയിട്ട് കടലിലേക്ക് പോയിട്ട് എങ്ങനെ
വന്ന വഴി തിരിച്ചു പോകാം ഗൈസ്. എന്താണ് ചെയ്യുക, കുറേ കാലം മുന്നേ ഞങ്ങൾ എപ്പോഴും വന്നിരുന്ന സ്പോട്ടായിരുന്നു നമ്മുടെ ബീച്ച്, ഈ ഒരു ബീച്ച്. പക്ഷെ എന്താ പ്രശ്നം എന്ന് ചെയ്യാം, പിന്നെ തൊട്ട് വരൽ കുറഞ്ഞു, കാരണം ബോറായി ഇവിടെ വന്ന് നമുക്ക് എക്സാം തുടങ്ങി, അങ്ങനെയൊക്കെ മലേഷ്യ പോവുക, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ ഇതിനെ മിസ് ചെയ്തു. അറ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനലി കുറേ കഴിഞ്ഞപ്പോൾ എനിക്കിത് ഭയങ്കര മിസ്സായി. പിന്നെ വീണ്ടും പോകണമെന്നായി പിന്നെ ലാസ്റ്റ് ഇവിടെ നമുക്ക് ചാടിയിട്ടും എന്താ ഇതുകൊണ്ട് കടലാണ്. ഓക്കെ, എന്തായാലും അപ്പോൾ ബീച്ചിൽ പോയി കളിക്കണം, അതാണ് വലിയൊരു പ്ലാന്. അപ്പോൾ എന്തായാലും കളിക്കാം, ഓടാൻ പറ്റില്ല. നിങ്ങളിവിടെ എൻജോയ് ചെയ്തിട്ട് വരാം. യൂട്യൂബിലൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും എഴുതുമ്പോഴത്തേക്കും ഈ വെള്ളച്ചാട്ടം വന്നിട്ട് നമ്മളിത് മയക്കുന്നതാണ്. പക്ഷെ സംഭവം നല്ലപോലെ അങ്ങനത്തെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി വെള്ളത്തിൽ കളിക്കാൻ. കുറേ നേരം ഞാൻ ആ പ്രകൃതി ഭംഗി നോക്കിയിരുന്നത് ഇതാ നല്ല കളിയായിരുന്നു ഞാനും സഫയും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചെരുപ്പ് കഴുകാനായിട്ട് വെള്ളത്തിൽ പോയി കളിക്കായിരുന്നു. നല്ല രസമായിരുന്നു, സൂപ്പർ വ്യൂ ആയിരുന്നു, നല്ല സൺസെറ്റും കാണാൻ പറ്റി. കുറേ നേരമൊക്കെ ഞങ്ങൾ വെള്ളത്തിൽ ഇരുന്ന് കളിച്ചിട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി വ്യൂ. സ്കൈ എന്നൊക്കെ പറയുമ്പോൾ നല്ല പ്രത്യേക ഭംഗിയുള്ള സ്കൈ ആയിരുന്നു ഇന്നിട്ട്. ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിനാണ് ഇത് കാണാൻ പറ്റിയത്. സോ ഗൈസ്, അറ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ട് നമ്മൾ ഫ്രഷായി സെറ്റായി നമ്മൾ പപ്പാക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണേ. സോ സഫയുടെ ഭാഗം ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇതിലെന്തുകൊണ്ടാണ് നിങ്ങൾ ഗസ് ചെയ്യട്ടോ. ഇതാണ് ഐറ്റം. സംഭവത്തിൻ്റെ ഷേപ്പൊക്കെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് തോന്നണേ നിങ്ങൾ ഗസ് ചെയ്യേ. എൻ്റെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ തിരിച്ചു കാണിച്ചതേക്കണേ ഫോട്ടോ, സെറ്റ് ഫോട്ടോയാണ്. അത് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കണ്ടാൽ മതി. അപ്പോൾ വായോ സർപ്രൈസ്. എന്തിനാ നോക്ക്, അൺബോക്സ് ചെയ്തോ. നല്ല ഫോട്ടോ ഗൈസ്, പപ്പയ്ക്ക് എൻ്റെ സഭയുടെ ഗിഫ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇത്തവണ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കൂടെ ഉള്ളതായിരിക്കും. ബൈ ബൈ.